ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 3 ക്യാരറ്റാണ്. അത് നന്നായി തൊലിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, നമുക്ക് ക്യാരറ്റ് മാത്രം മതി. ക്യാരറ്റ് മാത്രം എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു ബൗളിനകത്തേക്ക് 3 കോഴിമുട്ട ഞാനിപ്പോൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബീറ്ററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഇനി എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ക്യാരറ്റ് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ബീറ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഏതോ കയ്യിലുള്ള എന്തെങ്കിലും ഡവറയോ എന്തെങ്കിലും ബൗളോ എന്തായാലും പ്രശ്നമില്ല. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു സോസ് പാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്കിത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മൾ കോഴിമുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.